പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മാസത്തിൻ്റെ ഈ ആദ്യ ഞായറാഴ്ച ദൈവസന്നിധിയോടടുത്ത് വരുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ വിലയേറിയ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉയർപ്പിന് പിൻവരുന്ന ദിനങ്ങളിലൂടെ നാം യാത്ര ചെയ്യുകയാണല്ലോ. ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ നാളുകളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദക്ഷിണേന്ത്യാ സഭയുടെ പഞ്ചാംഗം അനുസരിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായി നൽകിയിരിക്കുന്ന വിഷയം ഉത്ഥിതനായ ക്രിസ്തുവിനോടൊപ്പം തിരുവെഴുത്തിൻ്റെ പുനർവായന എന്നുള്ളതാണ്. റീറീഡിംഗ് ദ സ്ക്രിപ്ചർ വിത്ത് ദ റിസൺ ലോർഡ്. ഉത്ഥിതനായ ക്രിസ്തുവിനോടൊപ്പം തിരുവെഴുത്തിൻ്റെ പുനർവായന. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇന്നത്തെ വായനാ ഭാഗങ്ങൾ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത മടങ്ങിപ്പോകുക എന്നുള്ളതാണ്. മടങ്ങിപ്പോകുക, റിട്ടേൺ. വഴി തെറ്റിയാൽ നമ്മൾ മടങ്ങിപ്പോകും, ഒരു യു ടേൺ എടുക്കും, എന്നിട്ട് നേരായ വഴിയെ പോകും. മടങ്ങിപ്പോകുന്നത്, യു ടേൺ എടുക്കുന്നത് ഒരിക്കലും ഒരു പരാജയമല്ല. ശരിയായ വഴിയിലേക്ക്, ശരിയായ ദിശയിലൂടെയുള്ള പ്രയാണമാണ് എന്നത് നാം ഓർക്കണം. ഡോക്ടർ അബ്ദുൽ കലാമിനെ കുറിച്ച് വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു യു ടേൺ എടുത്ത അനുഭവം വായിച്ചത് ഓർക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും ആണ് അദ്ദേഹം പഠിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പൈലറ്റായി തീരണം എന്നുള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹം ഡെറാഡൂണിൽ ഫ്ലൈയിങ് ക്ലബിൽ ചേർന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ച് അവിടേക്ക് പോയി. ടെസ്റ്റ് എഴുതി. 1ാം ക്ലാസ്സിൽ ടെസ്റ്റ് പാസ്സായി. അഭിമുഖത്തിന് വിളിച്ചു, ഇൻ്റർവ്യൂവിന് വിളിച്ചു. പക്ഷേ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അവർ പറഞ്ഞ കാരണം അദ്ദേഹത്തിന് ഒരു പൈലറ്റാകുന്നതിനുള്ള പേഴ്സണാലിറ്റി ഇല്ല എന്നുള്ളതാണ്. വളരെയധികം വേദനയോടും നിരാശയോടും കൂടെയാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. മടങ്ങുന്ന വഴി അദ്ദേഹം ആചാര്യനായ ഒരു മനുഷ്യനെ കാണുവാനായിട്ടിടയായി. അദ്ദേഹത്തോട് തൻ്റെ നിരാശയും കഥനകഥകളുമൊക്കെ അദ്ദേഹം പങ്കുവച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് കലാമിനോട് അദ്ദേഹം പറഞ്ഞു, ഫോർഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് ടേക്ക് എ ന്യൂ റൂട്ട്. കഴിഞ്ഞതെല്ലാം മറക്കുക, ഒരു പുതിയ തുടക്കം കുറിക്കുക. ഒരർത്ഥത്തിൽ ഇതാണ് പുനർവായന എന്ന് പറയുന്നത്. വായിച്ചത് വീണ്ടും വായിക്കുക, ആശയം ഉൾക്കൊള്ളുന്നത് വരെ വായിക്കുക, അത് ജീവിതത്തിൽ അർത്ഥവത്താക്കി തീർക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. അതാണ് പുനർവായന. ഇന്നത്തെ വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ 3 മടങ്ങിപ്പോക്കുകളെക്കുറിച്ചാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, 2 ദിനവൃത്താന്തം 34-ാം അധ്യായം 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. തിരുവചനത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക്, റിട്ടേൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്. ഈ വേദഭാഗത്ത് യോശിയാവിൻ്റെ ഉടമ്പടിയാണ് നാം വായിക്കുന്നത്. 648 മുതൽ 609 വരെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, രാജാവാണ് യോശിയാവ്. യഹൂദയിലെ 16ാമത്തെ രാജാവ്. പിതാവ് ആമോൻ വധിക്കപ്പെട്ടതിന് ശേഷം 8ാമത്തെ വയസ്സിൽ യോശിയാവ് രാജാവായി. യോശിയ എന്ന വാക്കിൻ്റെ അർത്ഥം യാഹ്വേ സപ്പോർട്ട്സ്, യഹോവ സഹായിക്കുന്നു എന്നാണ്. യഹൂദയുടെ ചരിത്രത്തിലെ ഏറ്റവും നീതിമാനായ രാജാവാണ് യോശിയാവ്. യോശിയാവിനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ റിലീജിയസ് റീഫോംസാണ്, മതപരമായ പരിഷ്കാരങ്ങൾ. തൻ്റെ പൂർവികർ
യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ ആരാധിച്ചു, ബലിപീഠങ്ങൾ ഉണ്ടാക്കി. ദൈവാരാധന ദേശത്ത് നിന്നും പാടെ ഇല്ലാതായി. ആ ഒരു കാലഘട്ടത്തിലാണ് യോശിയാവ് രാജാവാകുന്നത്. അന്യദൈവങ്ങളെ ആരാധിക്കുന്നത്, അന്യദൈവങ്ങൾക്ക് ബലിയർപ്പിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യോശിയാവ് നിർത്തലാക്കി. ദൈവത്തിൻ്റെ ആലയം അദ്ദേഹം പുനരുദ്ധരിച്ചു. ദേവാലയ പുനരുദ്ധാരണ സമയത്ത് ന്യായപ്രമാണ പുസ്തകം കണ്ടെടുത്തു. റീഡിസ്കവറി ഓഫ് ദ ലോ, ന്യായപ്രമാണ പുസ്തകം കണ്ടെടുത്തു. ഇതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുള്ളത്, നാം വേദപുസ്തകം കണ്ടെത്തണം എന്നാണ്. വേദപുസ്തകം കണ്ടെത്തണം. ഒരുപക്ഷെ ഒരാൾക്ക് തന്നെ 3 or 4 അതിലധികമോ വേദപുസ്തകങ്ങൾ വീട്ടിലുണ്ടാകും. എത്ര വേദപുസ്തകങ്ങൾ ഉണ്ടായാലും പ്രയോജനമില്ല, അത് വായിക്കുന്നില്ല എങ്കിൽ. വായിച്ചാൽ മാത്രം പോരാ, ഒരു പുനർവായന അനിവാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേദപുസ്തകത്തെ കണ്ടെത്തി, ദൈവവചനം കണ്ടെത്തി, ദൈവവചനത്തെ അനുസരിക്കുവാൻ ഇടയാകണം. രാജാവ് ജനത്തെ വിളിച്ചുകൂട്ടി, ന്യായപ്രമാണത്തെ വായിച്ച് കേൾപ്പിച്ചു. മാത്രമല്ല, രാജാവ് നിന്നുകൊണ്ട് ജനത്തിൻ്റെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. എന്താ നിയമം? ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് പറയുന്നത്, ഞാൻ യഹോവയെ അനുസരിക്കും, ടു വോക്ക് ആഫ്റ്റർ ദ ലോ. ഞാൻ യഹോവയെ അനുസരിക്കും, അവൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും പ്രമാണിക്കും എന്ന് പറയുകയാണ്. പൂർണ്ണ വിനയത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയുടെ ന്യായപ്രമാണം ഞാൻ പ്രമാണിക്കും, നിയമത്തിൻ്റെ വചനങ്ങൾ ആചരിക്കും എന്ന് പറയുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹം ചെയ്തത്, ദേശത്ത് നിന്ന് സകല മ്ലേച്ഛതകളെയും സകല അനീതിയെയും അദ്ദേഹം നീക്കിക്കളഞ്ഞു. ഇങ്ങനെ യോശിയാവിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ ദൈവവചനത്തിലേക്ക് മടങ്ങി. ജനം ദൈവവചനത്തിലേക്ക് മടങ്ങുവാൻ യോശിയാവിനെ പോലെ ഞാനും നിങ്ങളും മുഖാന്തിരമാകണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ധന്യതയാണ് എന്നത് നാം ഒരിക്കലും മറക്കരുത്. ദൈവവചനത്തിലേക്ക് മടങ്ങുക. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഉദാഹരണമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായ റൊണാൾഡ് റീഗനെ കുറിച്ച്. അമേരിക്കയുടെ 40ാമത് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. 1981 മുതൽ 1989 വരെ 2 കാലങ്ങൾ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് തീർന്നു. 1981 അദ്ദേഹം പ്രസിഡൻ്റായി അവരോധിക്കപ്പെട്ടപ്പോൾ ആദ്യമായി റേഡിയോയിലൂടെ അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്ത റൊണാൾഡ് റീഗൻ പറഞ്ഞു, അമേരിക്കയ്ക്ക് ഇന്നുണ്ടായിരിക്കുന്ന സകല ദുസ്ഥിതിക്കും കാരണം ദൈവവചനത്തിൽ നിന്ന് അകന്നുപോയതാണ്. ഇന്ന് സഭയ്ക്കോ സമൂഹത്തിനോ ദൈവമക്കൾക്കോ എന്തെങ്കിലും പ്രതികൂലമുണ്ടെങ്കിൽ, എന്തെങ്കിലും ദുസ്ഥിതിയുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, നാം വേദപുസ്തകത്തിൽ നിന്ന് അകന്നുപോയതാണ്. അതുകൊണ്ട് അമേരിക്ക രക്ഷപ്പെടണമെങ്കിൽ, അമേരിക്കയുടെ ദുസ്ഥിതി മാറണമെങ്കിൽ അദ്ദേഹം പറഞ്ഞു, യു കം ബാക്ക് ടു ദ ബൈബിൾ, നിങ്ങൾ വേദപുസ്തകത്തിലേക്ക് മടങ്ങണം എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകണം. നമ്മുടെ പൂർവികർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വേദപുസ്തകം വായിച്ചിരുന്നു, പഠിച്ചിരുന്നു, ധ്യാനിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അവരോടൊപ്പം തീരുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അവരെപ്രകാരം ജീവിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാം. അവരെ പോലെ ആയിത്തീരാൻ പലപ്പോഴും എനിക്കും നിങ്ങൾക്കും കഴിയാതെ പോകുന്നു. നാം വേദപുസ്തകത്തിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് നാം വേദപുസ്തകത്തിലേക്ക് മടങ്ങി വരണം. അതാണ് പുനർവായന എന്ന് പറയുന്നത്. 2ാമത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 8ാം അധ്യായം 26 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന വ്യക്തിത്വങ്ങൾ, കഥാപാത്രങ്ങൾ ഫിലിപ്പോസും ഷണ്ണനുമാണ്. തിരിച്ചറിവിൻ്റെ മടങ്ങിപ്പോക്ക്. ഷണ്ണൻ ആരാണെന്ന് നമുക്കറിയാം. എത്യോപ്യ രാജ്ഞി കന്തക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ സകല ഭണ്ഡാരങ്ങളുടെയും മേൽവിചാരകൻ എന്ന് പറഞ്ഞാൽ ഫിനാൻസ് മിനിസ്റ്റർ. അദ്ദേഹം യെരുശലേമിൽ ആരാധിക്കാൻ വന്നിട്ട്
മടങ്ങിപ്പോകുകയാണ്. നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ചരിത്രം പരിശോധിക്കുമ്പോൾ, യഹൂദന്മാരല്ലാത്ത ആളുകളും യഹൂദ മതത്തിൽ ചേർന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ ജാതികളിൽ നിന്ന് യഹൂദന്മാരായവർ, അവരെ വിളിക്കുന്നത് പ്രോസിലൈറ്റ് എന്ന പരിച്ഛേദന ഉൾപ്പെടെ യഹൂദ മതത്തിൻ്റെ എല്ലാ പ്രമാണങ്ങളും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആൾ. അങ്ങനെയെങ്കിൽ ഈ ഷണ്ണനും വിജാതീയരുടെ ഇടയിൽ നിന്നുള്ള ഒരു പ്രോസിലൈറ്റ് ആയിരുന്നു കാണും എന്നതിന് സംശയമൊന്നുമില്ല. അദ്ദേഹം യെരൂശലേമിൽ വന്നപ്പോൾ യെശയ്യാ പ്രവാചകന്റെ ഒരു പുസ്തകം വാങ്ങി തിരികെ പോകുമ്പോൾ അത് തേരിലിരുന്ന് വായിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. ഈ സമയത്ത് ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് വിളിക്കുകയാണ്. നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകണം. അവിടെ അങ്ങനെ ആ വഴിയിൽ ചെല്ലുമ്പോൾ ഫിലിപ്പോസ് കണ്ടു, ഈ തേര് പോകുന്നത് കണ്ടു. തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. അവൻ തേരിനോട് ചേർന്ന് നടന്നപ്പോൾ നാം വായിക്കുന്നുണ്ട്, യെശയ്യാ പ്രവചനം വായിക്കുന്നത് അവൻ കേട്ടു എന്ന് നാം വായിക്കുകയാണ്. ഞാൻ ആ ഭാഗമൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം. തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്: അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി, രോമം കത്രിക്കുന്നവൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ എന്ന് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 7-8 വാക്യങ്ങളാണ് ഷണ്ണൻ വായിച്ചത്. പക്ഷെ ഷണ്ണൻ ഇത് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഷണ്ണനോട് ഫിലിപ്പോസ് ചോദിക്കുകയാണ്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന്. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന്. ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ റീഡിങ്? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വായിക്കുന്നുണ്ട്, പക്ഷേ ഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഈ വേദഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു ചിത്രം യേശുദാസൻ തിരുമേനിയുടെ ചിത്രമാണ്. 1980-കളിൽ ദക്ഷിണ കേരള മഹായിടവകയുടെ ബിഷപ്പും തുടർന്ന് ദക്ഷിണേന്ത്യ സഭയുടെ മോഡറേറ്ററായിട്ട് 2 ടേമും പ്രവർത്തിച്ച യേശുദാസൻ തിരുമേനി സൗമ്യതയുടെ മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെ. പാണ്ഡിത്യത്തിൻ്റെ, ലാളിത്യത്തിൻ്റെ ഒരു വലിയ ആൾരൂപമായിരുന്നു യേശുദാസൻ തിരുമേനി എന്ന് ഞാൻ ഓർക്കുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ കണ്ണമൂല വൈദിക സെമിനാരിയിൽ പഠിക്കുന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് അഭിവന്യ തിരുമേനിയെ കാണാനും പരിചയപ്പെടാനും ഒക്കെ പല സന്ദർഭത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? CSSൽ നിങ്ങൾക്കത് വാങ്ങിക്കാനായിട്ട് കിട്ടും. വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന്. ഉടനെ മറുപടി വന്നു, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന്. അൺലെസ് സമ്മൺ ഗൈഡ്സ് മീ. ആരെങ്കിലും ഒന്ന് പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന്. ഫിലിപ്പോസ് തേരിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് യേശുവിനെ കുറിച്ച് ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ വിവരിച്ച് പറയുകയാണ്. ദൈവവചനം പൊരുൾ തിരിച്ചു കൊടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അനേകം ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പല ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർ, ഒരുപക്ഷെ നിരാശയിൽ കഴിയുന്നവർ, വേദനയിൽ കഴിയുന്നവർ, ഭാവിയെക്കുറിച്ച് ആശങ്കകൾ വെച്ചു പുലർത്തി ജീവിതം എണ്ണി മുൻപോട്ട് പോകുന്ന ആളുകൾ വളരെയധികമാണ് ഈ കാലഘട്ടത്തിൽ. അവർക്ക് ദൈവവചനത്തിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമാകുമെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ദൈവവചനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. മാത്രവുമല്ല, ശരിയായിട്ടുള്ളതിനെ, ദൈവത്തെ, ജീവനുള്ളവനെ തിരിച്ചറിയാനുള്ള ഒരു മടങ്ങിപ്പോക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ജീവനുള്ള കർത്താവിനെ തിരിച്ചറിയുവാനുള്ള ഒരു മടങ്ങിപ്പോക്ക്. നാം മടങ്ങിപ്പോകുമ്പോൾ ശരിക്കും അറിയേണ്ടവനെ അറിഞ്ഞതുപോലെ പോകുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാകണം. നമുക്ക് യേശുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് വിദ്വാൻമാരുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ ബേത്ലഹേമിലേക്ക് വരുമ്പോൾ അവർ വിദ്വാൻമാരല്ല, എന്നാൽ അവർ മടങ്ങിപ്പോകുമ്പോഴാണ് വിദ്വാൻമാരായി തീരുന്നത്. അവർ ബേത്ലഹേമിലേക്ക് വന്നത് നക്ഷത്രത്തെ നോക്കിക്കൊണ്ടായിരുന്നുവെങ്കിൽ അവർ ബേത്ലഹേമിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ്.
കർത്താവിനെ രുചിച്ചറിഞ്ഞുകൊണ്ടാണ്. അവൻ്റെ സന്നദ്ധിയിൽ താണു വീണു വണങ്ങി പൊന്നുമൂര് കുന്തിരിക്കം കാഴ്ചവെച്ച് വണങ്ങിയിട്ടാണ് നമ്മെയും നമുക്കുള്ളതിനെയും ദൈവസന്നദ്ധിയിൽ കാഴ്ചവെക്കുമ്പോൾ, സമർപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും വിദ്വാൻമാരായിത്തീരും എന്ന യാഥാർത്ഥ്യം നാം ഒരിക്കലും മറക്കരുത്. മൂന്നാമത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ പാഠഭാഗമാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ആ സംഭവ ചരിത്രം നമുക്ക് വളരെ ഹൃദിസ്ഥമാണ്. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിലേക്കുള്ള മടങ്ങിപ്പോക്ക്, ഉയർത്ത് ജീവിക്കുന്ന കർത്താവിലേക്കുള്ള മടങ്ങിപ്പോക്ക്. ഇവിടെ 2 ശിഷ്യന്മാരെ നമുക്ക് കാണാം. യെരുശലേമിൽ നിന്ന് എമൗസിലേക്ക് പോകുന്ന 2 ആളുകൾ. ഒരാളുടെ പേര് ക്ലെയോപ്പാവാണെന്ന് പറയുന്നു. അതുകൊണ്ട് മറ്റേയാള് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് പണ്ഡിതന്മാര് അംഗീകരിക്കുന്നു. എന്തുമായിക്കൊള്ളട്ടെ, 2 ശിഷ്യന്മാരോ ക്ലെയോപ്പാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയോ ആയിക്കൊള്ളട്ടെ, ഒരു കാര്യം നാം ഓർക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന് 12 ശിഷ്യന്മാരെ കൂടാതെ യേശുവിനെ അനുഗമിക്കുന്ന അനേകം പുരുഷന്മാരും അനേകം സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. ഒരുപക്ഷെ ഇവരും ആ അന്ത്യത്താഴ സമയത്ത് ആ മാളിക മുറിയിൽ യേശുവിനോടൊപ്പം ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്നവരായിരിക്കാം. ക്രൂശീകരണത്തിന് സാക്ഷ്യം വഹിച്ചവരാണ്. യെരുശലേമിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ദൃക്സാക്ഷികളാണ് അവർ. യെരുശലേമിൽ നിന്ന് ഇപ്പോൾ എമൗസിലേക്ക് പോകുകയാണ്. യെരുശലേം എന്ന വാക്കിന്റെ അർത്ഥം സിറ്റി ഓഫ് പീസ്, പൊസഷൻ ഓഫ് പീസ് എന്നൊക്കെ യെരുശലേമിനെ വിശേഷിപ്പിക്കാറുണ്ട്. സമാധാനത്തിന്റെ പട്ടണത്തിൽ നിന്ന് എമൗസിലേക്ക് പോവുകയാണ്. എമൗസ് എന്ന വാക്കിന്റെ അർത്ഥം ഹോട്ട് സ്പ്രിംഗ് അല്ലെങ്കിൽ വാം ബാത്ത് എന്നാണ്. ചൂടുള്ള ഉറവ എന്ന് വേണമെങ്കിൽ എമൗസിനെ കുറിച്ച് പറയാം. യെരുശലേമിന് പടിഞ്ഞാറുള്ള ഒരു ഗ്രാമം. ഇതൊരു പിന്മാറ്റത്തിൻ്റെ ചരിത്രമാണ്. പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ ഒരു പിൻവാങ്ങൽ, ഒരു മടങ്ങിപ്പോക്ക്. അതായത് അവർ തന്നെ അവരുടെ വാക്കുകളിൽ പറയുന്നുണ്ട്, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. തങ്ങളുടെ ആശകൾക്ക് ഭംഗം വന്നപ്പോൾ, അവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ യെരുശലേം വിട്ട് അവര് എമൗസിലേക്ക് പോകുകയാണ്. അല്ലെങ്കിൽ യഹൂദന്മാരെ പേടിച്ച് ഭയന്ന് ഓടിപ്പോയവർ, ഒളിച്ചോടിപ്പോയവർ എന്നൊക്കെ ഇവരെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. എന്നാൽ അവരുടെ നിരാശ നിറഞ്ഞ ആശകൾ അസ്തമിച്ച അവരുടെ യാത്രയിൽ ഒരു അപരിചിതൻ അവരോടുകൂടെ ചേർന്ന് നടക്കുകയാണ്. ചില സാഹചര്യങ്ങളിൽ ചിലരുടെ സാമീപ്യം നമുക്ക് വലിയ അനുഗ്രഹമാണ്. അത് വലിയ സന്തോഷകരമായി നമുക്ക് തോന്നും. വീണ്ടും വീണ്ടും ആ സാമീപ്യം നമുക്ക് ലഭിച്ചിരുന്നു എങ്കിൽ എന്ന് നമ്മൾ ആശിച്ചു പോകും. അവർ യേശുവിനോട് കൂടെ ആയിരുന്നെങ്കിലും തങ്ങളോട് കൂടെ ചേർന്ന് നടക്കുന്നവൻ യേശുവാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ കുറ്റമല്ല, അവരുടെ കണ്ണുകൾ നിരോധിച്ചിരുന്നു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും ക്രൂശീകരണവും ദൈവത്തിൻ്റെ പദ്ധതിയായി അപരിചിതൻ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ദൈവവചനം പൂർണ്ണമായി വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, തിരിച്ചറിയാൻ കഴിയാത്ത മന്ദബുദ്ധികളെ എന്ന് അവരെ വിളിക്കുകയാണ്. അങ്ങനെ അവരുടെ ഹൃദയത്തിൽ അവിടുന്ന് പ്രത്യാശയുടെ തിരുനാളം കൊളുത്തി എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അവർ ആത്മപ്രകാശിതരായി. പ്രിയരെ, ജീവിതയാത്രയിൽ വെളിച്ചമേകുന്ന, തെളിവ് നൽകുന്ന ക്രിസ്തു സാന്നിധ്യം അനുഭവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകണം. നമ്മുടെ ജീവിതം നിരാശാഭരിതമാകാം, വേദനാജനകമാകാം, ആശകളും പ്രതീക്ഷകളും അസ്തമിച്ച ഒരു അനുഭവമാകാം. എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ ജീവിതത്തെ പ്രകാശപൂരമാക്കുവാൻ, നമ്മുടെ ജീവിതത്തെ പ്രശോഭിപ്പിക്കുവാൻ, നമ്മുടെ ജീവിതത്തിന് ആത്മചൈതന്യം തരുവാൻ യേശു കർത്താവിന് കഴിയും, അവൻ്റെ സാന്നിധ്യത്തിന് കഴിയുമെന്നതിന് സംശയമൊന്നുമില്ല. അവർ വീടണഞ്ഞപ്പോൾ ഇത്രത്തോളം കൂടെ നടന്ന അപരിചിതനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ആ വീട്ടിൽ മനം തുറന്ന ഒരു വിരുന്നുമേശ, മനം തുറന്ന ഒരു വിരുന്നുമേശ. നമ്മുടെ കൂടെ സഞ്ചരിച്ച എത്ര പേരെ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിച്ചു ഭക്ഷണം കൊടുത്തിട്ടുണ്ട്? നമുക്കറിയാൻ പാടില്ലാത്ത അപരിചിതരെ, സ്ട്രേഞ്ചേഴ്സ്. ഒരു അപരിചിതൻ, തങ്ങളോട് കൂടെ നടന്നവൻ, നാടും വീടും ഒന്നും ചോദിച്ചില്ല, പേര് ചോദിച്ചില്ല, ഏത് ദേശക്കാരനെന്ന് ചോദിച്ചില്ല. പക്ഷെ അവൻ്റെ സാമീപ്യം വളരെ അനുഗ്രഹമായിരുന്നു, ആത്മപ്രചോദിതമായിരുന്നു. തങ്ങൾക്ക് ഒരു നവചൈതന്യം വന്നതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു.
അവർ തന്നെ പറയുന്നുണ്ട്, അവൻ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ അപരിചിതനെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കുകയാണ്, രാപാർക്കുവാൻ ക്ഷണിക്കുകയാണ്. മനം തുറന്ന വിരുന്നുമേശ. ഈ വിരുന്നുമേശയിലാണ് അത്ഭുതം സംഭവിച്ചത്. ഈ വിരുന്നുമേശ അത്ഭുതത്തിൻ്റെ ഒരു സ്ഥലമാണ്, സന്ദർഭമാണ്. ദ കർട്ടസി ഓഫ് ജീസസ്. അവിടെ അതിഥി ആതിഥേയനായി. അവൻ അപ്പമെടുത്ത വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. അവരുടെ കണ്ണു തുറന്നു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ഇത് തന്നെയല്ലേ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ സംഭവിച്ചത്? അവൻ അപ്പമെടുത്ത വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് തന്നെയല്ലേ അന്ത്യത്താഴ സമയത്ത് സംഭവിച്ചത്? അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, വാങ്ങുവീൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ തിരിച്ചറിയാൻ കഴിയുന്നത് കർത്താവിൻ്റെ മേശയാണ്. കർത്താവിൻ്റെ മേശയിൽ നാം യേശുവിനെ തിരിച്ചറിയുന്നു എന്നത് നാം എപ്പോഴും ഓർക്കണം. യേശുവിൻ്റെ മേശ കൂട്ടായ്മയുടെ മേശയാണ്. കൂട്ടായ്മയുടെ മേശയാണ് യേശുവിൻ്റെ മേശ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം നാം വായിക്കുമ്പോൾ, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയമുള്ളവരെ, ഈ മേശയിലേക്ക് കർത്താവ് എന്നെയും നിങ്ങളെയും ക്ഷണിക്കുകയാണ്. കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. ഹൃദയവാതിലിൽ മുട്ടി വിളിക്കുന്ന യേശു നമ്മെ ക്ഷണിക്കുകയാണ്. നാം ഹൃദയവാതിൽ തുറന്നു കൊടുക്കുമോ? യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവായി, നമ്മുടെ ദൈവമായി നാം സ്വീകരിക്കുമോ? നാം അവനെ സ്വീകരിക്കുന്നു എങ്കിൽ അവനോടുകൂടെ അത്താഴം കഴിക്കാനുള്ള ആ സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കും ലഭിക്കും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 42-ാം വാക്യം നാം വായിക്കുമ്പോൾ ആദിമസഭയുടെ കൂട്ടായ്മയുടെ അനുഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദിമസഭയുടെ കൂട്ടായ്മയുടെ അനുഭവം. അപ്പോസ്തലപ്രവൃത്തികൾ 2:42. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇതായിരുന്നു ആദിമസഭ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. നമ്മുടെ കൂട്ടായ്മ ജീവിതത്തെ പുനഃപരിശോധിക്കണം. ഒരു പുനർവായന അവിടെ ആവശ്യമാണ്. പരസ്പരമുള്ള ബന്ധങ്ങൾ എങ്ങനെയിരിക്കുന്നു? പരസ്പരം സ്നേഹിക്കാൻ, കരുതാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ ഏരിയ പ്രാർത്ഥനകൾ പുനർവിചിന്തനം ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ, കിഴക്ക് ഭാഗം ഏരിയയിൽ ഏതാണ്ട് 140 വീടുകളുണ്ട്. ഏരിയ പ്രാർത്ഥനയ്ക്ക് വരുന്ന എത്ര പേരുണ്ട്? ഒരു കൂട്ടായ്മയായി നാം ഒരുമിച്ച് കൂടുന്നതാണ്. ആ ഭവനത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുമോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റേരിയയുടെ കാര്യവും അതിൽ നിന്നൊന്നും വ്യത്യസ്തമല്ല. എന്തിനാ ഈ പള്ളിക്ക് വെളിയിൽ ഒരു കൂട്ടായ്മ നമ്മൾ ക്രമീകരിക്കുന്നത്? പരസ്പരം അറിയാൻ, പരസ്പരം മനസ്സിലാക്കാൻ. ഞാനിന്ന് ചോദിക്കട്ടെ, ഏതാണ്ട് 340 വീടുകളുള്ള ഈ ദേവാലയത്തിൽ പരസ്പരം നമുക്ക് എത്ര പേരെ അറിയാം? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്ക് പറയാൻ കഴിയും എൻ്റെ പള്ളിയിലുള്ള എല്ലാവരെയും എനിക്ക് അടുത്തറിയാമെന്ന് പറയാൻ ആർക്ക് കഴിയും? പരസ്പരം കാണാൻ, പരിചയപ്പെടാൻ, കൂട്ടായ്മ ബന്ധം പുതുക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ, കരുതാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമ്പോഴാണ് കൂട്ടായ്മ അർത്ഥവത്തായി തീരുന്നത് എന്ന് നാം ഓർക്കണം. അവിടെയാണ് നാം യേശുവിനെ തിരിച്ചറിയുന്നത്. കൂട്ടായ്മ ബന്ധം ശക്തീകരിക്കപ്പെടുമ്പോൾ നാം യേശുവിനെ തിരിച്ചറിയും. അവർക്കുണ്ടായ സന്തോഷം അവർണ്ണനീയമാണ്. പ്രിയമുള്ളവർ, അവർ യെരുശലേമിലേക്ക് ആ രാത്രിയിൽ തിരികെ പോകുവാനായിട്ട് തീരുമാനിച്ചു. അർജൻസി ടു ഷെയർ ദ ഗുഡ് ന്യൂസ്. തങ്ങൾ അറിഞ്ഞ, തങ്ങൾ കണ്ട യേശുവിനെ കുറിച്ച് പറയാൻ ആ രാത്രി വകവെക്കാതെ അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അവർ യെരുശലേമിൽ ചെന്നപ്പോൾ കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു, ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്നു പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു എന്ന് പറയുകയാണ്. തങ്ങൾ യേശുവിനെ കണ്ടിട്ട്, യേശുവിനെ തിരിച്ചറിഞ്ഞിട്ട് അവൻ വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു, അതിന് സാക്ഷികളാകുവാൻ തങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. ആ വലിയ സന്തോഷം പങ്കുവെക്കുവാൻ ചെല്ലുമ്പോൾ ഇതാ അവിടെ ശീമോന് കർത്താവ് പ്രത്യക്ഷനായി എന്ന് പറയുന്ന 11 പേരും അവരോട് കൂടെയുള്ളവരെയും കണ്ടു. ഈ നാം അറിയുന്ന സത്യം പരസ്പരം പങ്കുവെക്കുമ്പോൾ ഉണ്ടാകുന്ന
ആ വലിയ ആഹ്ലാദം, ആ വലിയ സന്തോഷം അവർണ്ണനീയമാണ് എന്നത് നാം ഒരിക്കലും മറന്നു പോകരുത്. ജീവിക്കുന്ന ക്രിസ്തുവിലേക്ക് മടങ്ങിപ്പോകുവാൻ കൂട്ടായ്മ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകണം. അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് പിൻബലമേകുമെന്നതിന് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിലേക്ക് മടങ്ങിപ്പോകുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകണം. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് ഒന്നാമത് പറഞ്ഞത് ദൈവവചനത്തിലേക്ക് മടങ്ങിപ്പോകണം. ദൈവവചനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. യോശിയാവ് അതിനൊരു മുഖാന്തരമായി. എനിക്കും നിങ്ങൾക്കും ഒരു മുഖാന്തരമായി തീരാൻ കഴിയുമോ? ദൈവവചനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ, അനേകരെ നയിക്കുവാൻ, അനേകർക്ക് നേതൃത്വം കൊടുക്കുവാൻ യോശിയാവിനെ പോലെ എനിക്ക് കഴിയുമോ എന്ന് നാം ചിന്തിക്കണം. 2, തിരിച്ചറിവിൻ്റെ മടങ്ങിപ്പോക്ക്. ഇവിടെ ദേവാലയത്തിൽ വന്ന് പെരുന്നാൾ കൂടി മടങ്ങിപ്പോകുന്ന ഷണ്ണൻ, അവൻ മടങ്ങി എത്യോപ്യയിൽ ചെല്ലുന്നത് ക്രിസ്ത്യാനിയായിട്ടാണ്. സ്നാനപ്പെട്ട യേശുവിനെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആ യേശു ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ നാട്ടിലേക്ക് പോകുവാൻ അവന് സാധിച്ചു. എത്യോപ്യയിൽ സുവിശേഷം പ്രചരിപ്പിച്ചത് ഈ ഷണ്ണനായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. 3 ഞാൻ പറഞ്ഞത് ഉയർത്ത് ജീവിക്കുന്ന ക്രിസ്തുവിലേക്ക് മടങ്ങിപ്പോവുക. യേശു മരിച്ചു, അടക്കപ്പെട്ടു, എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് നമ്മെ തന്നെ നമുക്ക് ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കാം. ആയതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.